നമസ്കാരം. ലോകം മുഴുവൻ യുദ്ധഭീതിയുടെയും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോക ശ്രദ്ധയുടെ കേന്ദ്രമായി മാറുകയാണ്. 80ാം പിറന്നാളിലേക്ക് എത്തുന്ന ട്രംപ് തന്റെ വാർഷിക മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം എല്ലാം പൂർണ്ണമായും ശരിയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വാർത്ത ഇന്ന് അമേരിക്കയുടെ രാഷ്ട്രീയവും ലോക യുദ്ധ സാഹചര്യങ്ങളും ഒരുപോലെ ട്രംപിന്റെ വ്യക്തിപരമായ കരുത്തിനെയും തീരുമാനങ്ങളെയും ചുറ്റിപ്പറ്റി സഞ്ചരിക്കുമ്പോൾ നിർണായകമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ നേതാവ് എത്രമാത്രം ശാരീരികമായും മാനസികമായും ശക്തനാണെന്ന ചോദ്യത്തിന് ഇന്ന് യുദ്ധത്തിന്റെ ഭാവിയുമായി നേരിട്ട് ബന്ധമുണ്ട്. ഓൾട്ടർനേറ്റ് സൈനിക ആശുപത്രിയിൽ നടത്തിയ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ട്രംപ് പെർഫെക്റ്റ് ഹെൽത്ത് എന്ന് പ്രതികരിച്ചത്. ഉടൻ തന്നെ വിശദമായ മെഡിക്കൽ റിപ്പോർട്ടും പുറത്തുവിടുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചത്. എന്നാൽ ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അമേരിക്കൻ മാധ്യമങ്ങളിൽ ശക്തമായിരുന്നു. കയ്യിലെ പാടുകൾ, കാലിലെ വീക്കം, പൊതുപരിപാടികളിലെ ക്ഷീണ ലക്ഷണങ്ങൾ തുടങ്ങിയവ ചർച്ചയായിരുന്നു. വൈറ്റ് ഹൌസ് ഇത് പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട സാധാരണ പ്രശ്നങ്ങളാണെന്നും ഭരണം നടത്താനുള്ള ശേഷിയെ ബാധിക്കുന്നില്ല എന്നും വിശദീകരിച്ചു. അമേരിക്കൻ ചരിത്രത്തിൽ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ ട്രംപിന്റെ ആരോഗ്യം സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വർഷം വീണ്ടും അധികാരമേറ്റ ശേഷമുള്ള ട്രംപിന്റെ 3ാമത്തെ ആരോഗ്യ പരിശോധനയാണ് ഇപ്പോൾ കഴിഞ്ഞത്. എല്ലാം കൃത്യമായി പരിശോധിച്ചെന്ന് ആശുപത്രിയിൽ നിന്ന് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങുന്നതിനിടെ ട്രംപ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. തന്റെ ആരോഗ്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൽ ട്രംപ് സുതാര്യത പുലർത്തുന്നില്ല എന്ന ആരോപണം പണ്ടേയുണ്ട്. ട്രംപിന്റെ അവസാനത്തെ ഔദ്യോഗിക വാർഷിക പരിശോധന 2025 ഏപ്രിലായിരുന്നു. എന്നാൽ അതിനുശേഷം ഒക്ടോബറിൽ അദ്ദേഹം പെട്ടെന്ന് ആശുപത്രി സന്ദർശനം നടത്തുകയും അതിനെയും വാർഷിക പരിശോധനയായി വൈറ്റ് ഹൌസ് വിശേഷിപ്പിക്കുകയും ചെയ്തത് ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചു. ജോ ബൈഡനേക്കാൾ ശാരീരിക മാനസിക കരുത്ത് തനിക്കുണ്ടെന്ന് ട്രംപ് എപ്പോഴും അവകാശപ്പെടാറുള്ളതിനാൽ ഈ പരിശോധനാ ഫലങ്ങൾ ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. വരുന്ന ജൂൺ 14 ട്രംപിന് 80 വയസ്സ് തികയും. 50 വർഷം മുൻപ് എനിക്ക് എന്ത് ഊർജമായിരുന്നോ അത് ഇപ്പോഴും ഉണ്ട് എന്ന് ഓവൽ ഓഫീസിൽ വെച്ച് അടുത്തിടെ ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ബീഫ് സ്റ്റിക്, ഫാസ്റ്റ് ഫുഡ്, ഡയറ്റ് കോക്ക് എന്നിവയോടുള്ള തന്റെ താല്പര്യം പരസ്യമാണെങ്കിലും ജങ്ക് ഫുഡ് ശരീരത്തിനു നല്ലതാണെന്നായിരുന്നു ട്രംപിന്റെ തമാശ രൂപേണയുള്ള പ്രതികരണം. 6 അടി 3 ഇഞ്ച് ഉയരമുള്ള ട്രംപിന്റെ ഭാരം 2025 ഏപ്രിലിലെ പരിശോധന പ്രകാരം 101.6 കിലോഗ്രാമാണ്. എന്നാൽ ഈ ആരോഗ്യ പരിശോധനയുടെ രാഷ്ട്രീയ പ്രസക്തി മറ്റൊരിടത്താണ്. ഇപ്പോൾ ട്രംപ് നേരിടുന്നത് സാധാരണ ഭരണ സാഹചര്യമല്ല. പശ്ചിമേഷ്യയിൽ ഇറാൻ-ഇസ്രയേൽ സംഘർഷം വീണ്ടും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉയരുകയാണ്. അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഗൾഫ് മേഖലയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിക്കാതെ തുടരുന്നു. ചൈന തായ്വാൻ വിഷയത്തിലും സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓരോ തീരുമാനവും ലോക സമാധാനത്തെ ബാധിക്കുന്നതാണ്. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി എപ്പോഴും ആക്രമണാത്മകമാണ്. പീസ് ത്രൂ സ്ട്രെങ്ത് എന്ന ആശയം മുന്നോട്ട് വെച്ച് ശക്തി പ്രകടനത്തിലൂടെയാണ് സമാധാനം ഉറപ്പാക്കേണ്ടതെന്ന നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായി ശക്തനാണെന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന് രാഷ്ട്രീയ ആവശ്യകത കൂടിയാണ്. പ്രത്യേകിച്ച് ജോ ബൈഡന്റെ കാലത്ത് ഉയർന്ന പ്രായവും ആരോഗ്യവുമായുള്ള ചർച്ചകൾക്ക് പിന്നാലെ ട്രംപ് തന്റെ കരുത്ത് പൊതുജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ വലിയൊരു ചർച്ച ഉയരുന്നുണ്ട്. പ്രായം കൂടിയ നേതാക്കൾക്ക് ലോകരാഷ്ട്രീയത്തിലെ അതിവേഗ തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യാനാകുമോ എന്ന്. എന്നാൽ ട്രംപ് അതിന് മറുപടി നൽകുന്നത് തന്റെ പതിവ് ശൈലിയിലാണ്. 50 വർഷം മുൻപുണ്ടായിരുന്ന അതേ ഊർജ്ജമാണ് ഇപ്പോഴും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിലൂടെ അദ്ദേഹം ഞാൻ ഇപ്പോഴും പോരാട്ടത്തിന് തയ്യാറാണ് എന്ന ഉറച്ച പ്രഖ്യാപനമാണ് നടത്തുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ലോകം ഇന്ന് അത്യന്തം സങ്കീർണമായ അവസ്ഥയിലാണ്. ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചാൽ പശ്ചിമേഷ്യ പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാം. ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകിയാൽ അറബ് ലോകത്ത് അമേരിക്കക്കെതിരായ വികാരം ശക്തമാകും. അതേസമയം പിന്മാറിയാൽ അമേരിക്കയുടെ ആഗോള ആധിപത്യം തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഈ അവസ്ഥയിൽ ട്രംപിന്റെ ആരോഗ്യവും മാനസിക സ്ഥിരതയും വെറും വ്യക്തിപരമായ കാര്യമല്ല, ലോക സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായി മാറുകയാണ്. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ പരിശോധനയുടെ വാർത്ത അമേരിക്കയിൽ ഇത്ര വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയത്. ട്രംപ് ഇപ്പോഴും ശക്തനാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നത് മറ്റൊന്നാണ്: പ്രായമൊടുവിൽ എല്ലാവരെയും ബാധിക്കുമെന്ന്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ലോകം ഇന്ന് ഡൊണാൾഡ് ട്രംപിനെ വെറും ഒരു പ്രസിഡന്റായി മാത്രം കാണുന്നില്ല. യുദ്ധവും സമാധാനവും തമ്മിലുള്ള അതിസൂക്ഷ്മമായ രേഖയിൽ നിൽക്കുന്ന ഒരു നേതാവായാണ് ലോകം ട്രംപിനെ നിരീക്ഷിക്കുന്നത്.